നിങ്ങൾക്കറിയാമോ, അന്യഗ്രഹ ജീവികൾ 4 രൂപങ്ങളിൽ ഈ ഭൂമിയിൽ നമുക്കിടയിൽ നമ്മളിൽ ഒരാളായി രഹസ്യമായി ജീവിക്കുന്നുണ്ടാകാമെന്ന്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ എപ്പോഴും ചലച്ചിത്രങ്ങളിലും ശാസ്ത്ര കഥകളിലും തെളിയിക്കപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ ജിജ്ഞാസയുടെ എല്ലാം കേന്ദ്രം വിദൂര ഗ്രഹങ്ങളിൽ നിന്നുള്ള സങ്കീർണമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് പറക്കും തളികകളിൽ പറന്നെത്തുന്ന അജ്ഞാത സഞ്ചാരികളായിരുന്നു. എന്നാൽ ഈ അന്വേഷണത്തിൻ്റെ ദിശ ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകർ തികച്ചും പുതിയൊരു അധ്യായത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. അവർ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് ആകാശത്തേക്ക് മാത്രം നോക്കുന്നത്? ഒരുപക്ഷെ അവർ നമുക്കിടയിൽ ഈ ഭൂമിയിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നുണ്ടാകില്ലേ? ഈ ചിന്തയുടെ പിറവിയിൽ നിന്നാണ് ക്രിപ്റ്റോ ടെറസ്ട്രിയൽ ഹൈപ്പോതെസിസ് എന്ന വിപ്ലവകരമായ സിദ്ധാന്തം ഉടലെടുക്കുന്നത്. ക്രിപ്റ്റോ എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രഹസ്യമായത്, ടെറസ്ട്രിയൽ എന്നാൽ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടത്, അതായത് ഭൂമിയിൽ ഒളിച്ചു കഴിയുന്ന ജീവികൾ. ഈ നിഗൂഢ ജീവികളെയാണ് ഗവേഷകർ ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന് വിളിക്കുന്നത്. US ഗവൺമെൻറ് പോലും UAPകളെക്കുറിച്ച് ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ച ഈ കാലഘട്ടത്തിൽ ഈ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വിപ്ലവകരമായ ഭൗമിക സാധ്യതയാണ്. ഇത് കേവലം അന്യഗ്രഹ ജീവികളുടെ കെട്ടുകഥകളെ തള്ളിക്കളയുന്നില്ല, മറിച്ച് നമ്മുടെ ഭൂമിയുടെ ചരിത്രം, പരിണാമത്തിൻ്റെ അജ്ഞാത വഴികൾ, മനുഷ്യൻ്റെ സങ്കല്പത്തിലെ പുരാണ രൂപങ്ങൾ എന്നിവയെല്ലാം കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള അന്വേഷണവുമായി മാറുന്നു. ക്രിപ്റ്റോ ടെറസ്ട്രിയൽ ഹൈപ്പോതെസിസ് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രസക്തമാകുന്നത്? ഈ സിദ്ധാന്തത്തിൻ്റെ കാതൽ നിലവിലുള്ള തെളിവുകൾക്ക്, പ്രത്യേകിച്ച് അജ്ഞാത പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക് ഭൗമികമായ ഒരു വിശദീകരണം നൽകാനുള്ള ശ്രമമാണ്. ആകാശത്ത് അസാധാരണമായി കാണുന്ന വസ്തുക്കൾ പുറത്തുനിന്നുള്ളവ ആണെന്ന വാദത്തെ ചോദ്യം ചെയ്യാതെ അവ ഭൂമിയുടെ തന്നെ ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന വിഭാഗത്തിൻ്റെ സാങ്കേതിക വിദ്യയോ സാന്നിധ്യമോ ആകാമെന്ന് CTH വാദിക്കുന്നു. ഡോക്ടർ ബെഞ്ചമിൻ കേസിയും ഡോക്ടർ തോമസ് ലോമാസും ഹാർവാർഡിലെ ഹ്യൂമൻ ഫ്ലറിഷിംഗ് പ്രോഗ്രാമിലെ ഗവേഷകരാണ്. ഇവരാണ് ഈ ചിന്താ പരീക്ഷണത്തിന് രൂപം നൽകിയത്. ഒരു ശാസ്ത്രീയ പ്രബന്ധത്തിൽ പോലും ഇത്രയും തീവ്രമായ, എന്നാൽ നിലവിലുള്ള ഡാറ്റയിൽ നിന്ന് അനുമാനിക്കാവുന്ന സാധ്യതകൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെ അവിശ്വസനീയമായതിനെ സമീപിക്കുന്നതിൽ എത്രത്തോളം തുറന്ന ചിന്താഗതി സ്വീകരിക്കണം എന്നതിൻ്റെ സൂചനയാണ്. CTHൻ്റെ ഒളിത്താവളങ്ങൾ ഭൂമിയിലെ ഏറ്റവും ദുർഗ്രാഹ്യമായ, അതായത് ആർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിലാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു. ഇവ പ്രധാനമായും 3 തരത്തിലുള്ള സ്ഥലങ്ങളാണ്. ഒന്നാമതായി, നമ്മുടെ സമുദ്രങ്ങളുടെ അതിരുകളില്ലാത്ത ആഴങ്ങൾ. കാരണം ആഴക്കടലിൻ്റെ ഭൂരിഭാഗവും ഇന്നും മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത രഹസ്യങ്ങളാണ്. രണ്ടാമതായി, ഭൂമിയുടെ ഉൾഭാഗങ്ങൾ, അതായത് ഈ അഗ്നിപർവ്വതങ്ങളുടെ അടിത്തട്ടുകളിലോ അല്ലെങ്കിൽ ഭീമാകാരമായ ഭൂമിയുടെ ഭൂഗർഭ അറകളിലോ ആയിരിക്കാം ഇവ നിലകൊള്ളുന്നത്. മൂന്നാമതായി, ഇവ നമ്മുടെ യാഥാർത്ഥ്യത്തിന് തൊട്ടടുത്ത് മറഞ്ഞിരിക്കുന്ന അന്തർമാനിക അതിർത്തികളിലാണ്, അതായത് ഇന്റർ ഡയമെൻഷണൽ ബോർഡേഴ്സിലാണ് വസിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ആശയങ്ങളെ കൂടുതൽ വ്യക്തമാക്കാൻ ഗവേഷകർ ക്രിപ്റ്റോ ടെറസ്ട്രിയൻസിൻ്റെ 4 പ്രധാന രൂപങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഓരോ രൂപവും പുരാണങ്ങളുമായും പരിണാമ സിദ്ധാന്തവുമായും ശാസ്ത്രീയ യുക്തിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. CTHൻ്റെ ഏറ്റവും ആകർഷകമായ ഭാഗം ഈ നിഗൂഢ ജീവികൾക്ക് നൽകിയിട്ടുള്ള തരംതിരിവ് തന്നെയാണ്. ഓരോ രൂപവും മനുഷ്യൻ്റെ ചരിത്രത്തിലേക്കും സങ്കല്പങ്ങളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യത്തേത് ഹ്യൂമൻ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ്, അതായത് നശിക്കാത്ത മനുഷ്യവർഗം. ഈ സങ്കല്പത്തിന് അറ്റ്ലാന്റിസ് അല്ലെങ്കിൽ ലേമൂറിയ പോലെയുള്ള ഐതിഹ്യങ്ങളുമായി അഗാധമായ ബന്ധമുണ്ട്. സിദ്ധാന്തപ്രകാരം ഭൂമിയിൽ നമ്മളെക്കാൾ, അതായത് ആധുനിക ഹോമോസാപ്പിയൻസിനേക്കാൾ സാങ്കേതികമായി വളരെ മുന്നിട്ട് നിന്ന ഒരു പുരാതന മനുഷ്യവംശം നിലനിന്നിരുന്നു. ഇവരെ പ്രോട്ടോ ഹ്യൂമൻസ് എന്ന് വിളിക്കാം. CTHൻ്റെ പിന്നിലുള്ള സങ്കല്പമനുസരിച്ച് ഒരു ഭീകരമായ ആഗോള ദുരന്തം, അതായത് ഒരു മഹാപ്രളയം, അതിശക്തമായ ഒരു ഹിമയുഗം അല്ലെങ്കിൽ ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതം പഴയ നാഗരികതയെ തകർത്ത് കാണാം. എന്നാൽ ഈ വംശത്തിൻ്റെ ഒരു ചെറിയ വിഭാഗം തങ്ങളുടെ അത്യുന്നത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂമിയുടെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പിന്മാറി. ഈ ഒളിത്താവളങ്ങൾ ആഴക്കടലിലെ താപനില യന്ത്രങ്ങളുള്ള അല്ലെങ്കിൽ ഹൈഡ്രോ തെർമൽ വെൻസ് പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വിശാലമായ ഭൂഗർഭ അറകളിലോ ആകാം സ്ഥിതി ചെയ്യുന്നത്. ഈ രഹസ്യ മനുഷ്യർ ആധുനിക മനുഷ്യൻ്റെ വളർച്ചയെ ദീർഘകാലമായി നിരീക്ഷിക്കുന്നുണ്ടാകാം. നാം കാണുന്ന UAPകൾ, അതായത് പറക്കും തളികകൾ, യഥാർത്ഥത്തിൽ ഇവരുടെ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങളോ നിരീക്ഷണ ഉപകരണങ്ങളോ ആയിരിക്കാം. മനുഷ്യൻ്റെ പ്രകൃതി വിരുദ്ധങ്ങളായ പെരുമാറ്റങ്ങളോടുള്ള പ്രതികരണങ്ങളായിരിക്കാം ഇവരുടെ പ്രത്യക്ഷപ്പെടലുകൾ.
ഈ ആശയം മനുഷ്യ നാഗരികതയുടെ തുടർച്ചയായ രണ്ടാം പതിപ്പ് ഭൂമിക്കടിയിൽ പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഇനി രണ്ടാമതായി തെറോപോഡ് ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് അഥവാ പരിണാമത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ശാഖ. പരിണാമപരമായ വീക്ഷണകോണിൽ ഏറ്റവും കൗതുകകരമായ സാധ്യതയാണിത്. ബുദ്ധി വികസിച്ച മനുഷ്യനില്ലാത്ത മറ്റൊരു ഭൗതിക ജീവിവർഗത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പമാണിത്. ദിനോസറുകളുടെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ തെറോപോഡ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഈ ആശയം കൺവേർജന്റ് എവല്യൂഷൻ എന്ന പ്രക്രിയയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് ഒരേപോലെയുള്ള പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന തികച്ചും വ്യത്യസ്തമായ ജീവിവർഗങ്ങൾ സമാനമായ പരിഹാരങ്ങൾ, ഉദാഹരണത്തിന് വലിയ തലച്ചോറ്, ഇരുകാലുകളിലുള്ള നടത്തം, കൈകളുടെ ഉപയോഗം എന്നിവ സ്വാഭാവികമായി വികസിപ്പിക്കുന്നു. ഈ സിദ്ധാന്തപ്രകാരം മനുഷ്യ നാഗരികതയ്ക്ക് സമാന്തരമായി അല്ലെങ്കിൽ അതിനു മുൻപ് ബുദ്ധിമാന്മാരായ ദിനോസറുകളുടെ പിൻഗാമികളോ അല്ലെങ്കിൽ പരിണാമം പ്രാപിച്ച ബുദ്ധിശക്തിയുള്ള മറ്റ് സസ്തനികളോ ഈ ഉയർന്ന ബുദ്ധിവികാസം പ്രാപിച്ച കുരങ്ങുവർഗ്ഗങ്ങൾ പോലെയുള്ളവ അവ രഹസ്യമായി പരിണമിച്ചിരിക്കാം. ഏതെങ്കിലും കാരണവശാൽ മനുഷ്യൻ്റെ ആക്രമണ സ്വഭാവമോ മറ്റൊരു പാരിസ്ഥിതിക മാറ്റമോ ഇവർ മനുഷ്യരുമായി മത്സരം ഒഴിവാക്കി ഭൂമിയുടെ എത്തിപ്പെടാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ പ്രയാസമുള്ള കോണുകളിലേക്ക് പിന്മാറുകയും അവിടെ ഒരു രഹസ്യ നാഗരികത സ്ഥാപിക്കുകയും ചെയ്തിരിക്കാം. ഇനി മൂന്നാമതായി ഫോർമൽ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് അഥവാ പഴയ അതിഥികൾ. ഈ രൂപം അന്യഗ്രഹ ജീവി സങ്കല്പത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രൂപമാണ്. അതിനനുസരിച്ച് മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലെത്തിയ ഈ ജീവികൾ തിരികെ പോകാൻ സാധിക്കാത്തവരാകാം. ഒന്നുകിൽ അവരുടെ പേടകങ്ങൾ നശിച്ചു പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഭൂമിയിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് സമുദ്രത്തിൻ്റെ അടിയിലെ സ്ഥിരമായ താപനിലയും വികിരണങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അവർക്ക് താവളമാക്കാൻ അനുയോജ്യമാണെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടോ അവർ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. പുരാതന കാലത്ത് മനുഷ്യൻ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ യഥാർത്ഥത്തിൽ ഈ അന്യഗ്രഹ ജീവികളുടെ അല്ലെങ്കിൽ ഈ അന്യഗ്രഹ അതിഥികളായിരിക്കാം. കാലക്രമേണ അവരുടെ സാങ്കേതിക വിദ്യകൾ ഭൂമിയിലെ സാഹചര്യങ്ങളുമായി ലയിച്ചു ചേരുകയോ അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിക്കുകയോ ചെയ്തതിലൂടെ അവർ സ്ഥിരമായി അല്ലെങ്കിൽ ഈ രഹസ്യ ജീവിതത്തിലേക്ക് മാറുകയും നിലവിലെ ലോകത്തിൽ രഹസ്യമായി വസിക്കുകയും ചെയ്യുന്നതാകാം. ഇനി ഏറ്റവും അവസാനമായി മാജിക്കൽ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ്. ഈ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ പുരാണങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ സമീപിക്കുന്നത്. ഈ സിദ്ധാന്തമനുസരിച്ച് ഈ ജീവികൾക്ക് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ല. പകരം ഊർജത്തെയും ഭൗതികതയെയും നിയന്ത്രിക്കാൻ കഴിവുള്ള മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത അറിവുകളാകും അവരുടെ കൈവശം. അവരുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ബഹുമാനീയ സിദ്ധാന്തത്തിന്, അതായത് മൾട്ടിവേഴ്സ് തിയറി, അതായത് അവർ മറ്റൊരു ഡയമെൻഷനിൽ നിലനിൽക്കുന്നവരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഡയമെൻഷനിലേക്ക് പ്രവേശിക്കാൻ കഴിവുള്ളവരുമാണ്. പുരാതന കാലത്തെ യക്ഷികൾ, ദേവന്മാർ, മാലാഖമാർ തുടങ്ങിയവരെക്കുറിച്ചിട്ടുള്ള നാടോടി കഥകളും പുരാണങ്ങളും ഈ മാന്ത്രിക ഇടപെടലുകളുടെ പ്രതിഫലനങ്ങളാകാം എന്നാണ് അനുമാനിക്കുന്നത്. നമ്മുടെ ഭൗതിക നിയമങ്ങൾ ലംഘിക്കുന്നതായി തോന്നുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു ഡയമെൻഷനിൽ നിന്നുള്ള സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന ആശയം പരിശോധിക്കുമ്പോൾ പുരാതന മനുഷ്യർ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ ഒരു കൂട്ടം ജീവികളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അവരാണ് അനുന്നാക്കികൾ. പുരാതന സുമേറിയൻ, അക്കാഡിയൻ, ബാബിലോണിയൻ സംസ്കാരങ്ങളിലെ പൗരാണിക ദൈവങ്ങളുടെ ഒരു കൂട്ടമാണ് അനുന്നാക്കികൾ. സുമേറിയൻ ഭാഷയിൽ ഇതിന് ഏകദേശ അർത്ഥം സ്വർഗത്തിലെ ദൈവമായ ആനുവിൻ്റെ സന്തതികളെന്നാണ്. ആദ്യകാല ലിഖിതങ്ങളിൽ അവർ സ്വർഗത്തിലായിരുന്നു സ്ഥാനമുറപ്പിച്ചത്. എന്നാൽ പിന്നീട് വന്ന ഗ്രന്ഥങ്ങളിൽ അവർ പാതാളത്തിലെ 7 ന്യായാധിപന്മാരായും മനുഷ്യൻ്റെ വിധി നിർണ്ണയിക്കുന്നവരായും ചിത്രീകരിക്കപ്പെട്ടു. അവർക്ക് വലിയ ശക്തിയും മെലാം എന്നറിയപ്പെടുന്ന ഭയം ജനിപ്പിക്കുന്ന പ്രഭാവലയവും ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ പുരാതന കഥകൾക്ക് ആധുനിക രൂപം നൽകിയത് 20-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരനായ സെക്കറിയ സിച്ചിനാണ്. പുരാതന അന്യഗ്രഹ ജീവി സിദ്ധാന്തത്തിൻ്റെ വക്താവായ സിച്ചിൻ അനുനാക്കികളെ ഭൂമിയിൽ വന്ന അന്യഗ്രഹ ജീവികളാക്കി മാറ്റി. സിച്ചിൻ്റെ വാദം പറയുന്നത് നിബുരു എന്ന ഗ്രഹത്തിൽ നിന്ന് 4,50,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നവരാണ് അനുനാക്കികൾ. ഭൂമിയിലെ സ്വർണം ഖനനം ചെയ്യുന്നതിന് വേണ്ടി അവർ മനുഷ്യനെ ജനിതകമായി സൃഷ്ടിച്ചു. ആദിമ മനുഷ്യവർഗമായ ഹോമോ ഇറക്ടസിനെ പരിഷ്കരിച്ചാണ് ആധുനിക മനുഷ്യരെ ഉണ്ടാക്കിയത്. അങ്ങനെ മനുഷ്യർ അവരുടെ അടിമകളായി സ്വർണം കുഴിച്ചെടുത്തു. സുമേറിയൻ നാഗരികതയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണം അനുനാക്കികൾ നൽകിയ എഴുത്ത്, ഗണിതം, നഗരങ്ങളുടെ ആസൂത്രണം തുടങ്ങിയ അറിവുകളാണെന്നും സിച്ചിൻ വാദിച്ചു. മുഖ്യധാര ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും സിച്ചിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്.
എന്നിരുന്നാലും ഫോർമൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന ഹാർഡ്വാർഡ് സിദ്ധാന്തത്തിന് ഈ അനുനാക്കി കഥകളുമായി ശക്തമായ ബന്ധമുണ്ട്. വിദൂര ഗ്രഹങ്ങളിൽ നിന്നും വന്നവർ എപ്പോഴോ ഭൂമിയിലെത്തി ഇപ്പോൾ ഇവിടെ രഹസ്യമായി നിലനിൽക്കാൻ തീരുമാനിച്ചെങ്കിൽ പുരാണങ്ങളിൽ വിവരിച്ച ഈ ദൈവതുല്യരായ ശക്തികൾ അവർ തന്നെയല്ലേ? കാലക്രമേണ അവരുടെ സാങ്കേതിക വിദ്യകൾ ഭൂമിയുടെ ഉൾഭാഗങ്ങൾക്കുമായി ലയിച്ചു ചേർന്ന് മനുഷ്യൻ്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ക്രിപ്റ്റോ ടെറസ്ട്രിയൽസായി അവർ മാറിയതാണ്. ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന ആശയം ഭൂമിക്കടിയിലെ രഹസ്യങ്ങളെക്കുറിച്ചാണെങ്കിൽ മറ്റൊരു പഠനം നമ്മൾ തേടുന്ന അന്യഗ്രഹ ജീവികൾ കാണുന്നത് നമ്മുടെ ഭൂതകാലത്തെയാണോ എന്ന ചോദ്യമാണ്. ആക്റ്റ ആസ്ട്രോനോട്ടിക്ക എന്ന പ്രശസ്തമായ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പ്രകാശവർഷങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സമയബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന വേഗത പ്രകാശത്തിനാണ്. ഒരു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് എത്താനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ഒരു പ്രകാശവർഷം എന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. നമ്മൾ സൂര്യനെ കാണുന്നത് ഏകദേശം 8.3 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ്. കാരണം ആ സമയം കൊണ്ട് പ്രകാശം നമ്മളിലേക്ക് എത്തുന്നു. നമ്മൾ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറിയെ കാണുന്നത് 4.24 വർഷം മുമ്പുള്ള കാഴ്ചയാണ്. ഈ കണക്കുകൾ വിപുലീകരിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളിലെ നിരീക്ഷകർ നമ്മെ എങ്ങനെ കാണുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം. ഏകദേശം 3000 പ്രകാശവർഷം അകലെ നമ്മുടെ ഗാലക്സിയിലെ മറ്റൊരു ഭാഗത്തുള്ള ഒരു ഗ്രഹത്തിൽ അവിടുത്തെ ബുദ്ധിജീവികൾ നമ്മുടെ ഭൂമിയെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർ കാണുന്നത് 3000 വർഷം മുമ്പുള്ള ഭൂമിയായിരിക്കും. അതായത് അവർക്ക് ഈജിപ്ഷ്യൻ പിരമിഡുകൾ നിർമ്മിക്കുന്ന കാലഘട്ടമോ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം നടക്കുന്ന കാലഘട്ടമോ ആയിരിക്കാം തങ്ങളുടെ ടെലിസ്കോപ്പിലൂടെ ദൃശ്യമാകുന്നത്. ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ നിലവിലെ UAPകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവ വിദൂര ഗ്രഹങ്ങളിൽ നിന്നുള്ളവരല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഭൂതകാലത്തിൽ നിന്നുള്ള എന്നാൽ സാങ്കേതികമായി വളരെ മുന്നിട്ട് നിന്ന ഹ്യൂമൻ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ ആകാം. ഭൂമിക്ക് തന്നെ ഒരുതരം സമയബന്ധിതമായ പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയാണിത്. ഈ സിദ്ധാന്തങ്ങളുടെ എല്ലാം ആഴത്തിൽ മനുഷ്യനെക്കാലത്തും തേടിപ്പോയ ഒരു ഭൂഗർഭ ലോകത്തിൻ്റെ സങ്കല്പമുണ്ട്. ഇത്തരം എഴുത്തുകൾക്ക് പ്രചോദനമാകുന്ന കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സങ്കല്പമാണ് മഗാർത്ത. ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ്, പ്രത്യേകിച്ച് ഹ്യൂമൻ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന സങ്കല്പം ഭൂമിക്കടിയിലെ ഈ നിഗൂഢ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പല താന്ത്രിക യോഗിക് പാരമ്പര്യങ്ങളിലും ഭൂമിക്കടിയിൽ പ്രകാശത്താൽ നിർമ്മിതമായ മനുഷ്യനിർമ്മിതമല്ലാത്ത അതീവ വികസിതങ്ങളായ നാഗരികതകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഭൂഗർഭ ലോകങ്ങൾ ഭൂമിയുടെ ഊർജ്ജ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവിടുത്തെ നിവാസികൾക്ക് കാലത്തെയും സ്ഥലത്തെയും അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്നും പറയപ്പെടുന്നു. പുരാതന അറിവുകളോ അല്ലെങ്കിൽ മാന്ത്രിക ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് കൈവശം വച്ചിരിക്കുന്ന അന്തർമാനിക അറിവുകളോ ഈ നിഗൂഢതയുമായി ബന്ധപ്പെട്ടിരിക്കാം. ക്രിപ്റ്റോ ടെറസ്ട്രിയൽ ഹൈപ്പോതെസിസ് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതും നിലവിലെ അറിവുകളെ വികസിപ്പിക്കുന്നതിനുമായ ഒരു ചിന്താ പരീക്ഷണം മാത്രമാണ്. എങ്കിലും UAP അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വളരെ പ്രധാനവുമാണ്. ഈ സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അന്യഗ്രഹ ജീവികൾ എന്നാൽ ആകാശത്ത് നിന്ന് വരുന്നവർ മാത്രമല്ല. നമ്മുടെ ചിന്തകളെ ആകാശത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്നത് ഭൂമിയുടെ പരിണാമപരവും ഭൂമിശാസ്ത്രപരവുമായ സാധ്യതകളെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ മനുഷ്യൻ്റെ പുരാതന കഥകളിലെ അജ്ഞാതരും ശക്തിമാന്മാരുമായ ജീവികളെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾക്ക് നമ്മുടെ ഭൗതിക നിയമങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന ഏതോ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമായി ശാസ്ത്രീയമായ അടിത്തറയുണ്ടാകാം എന്നുമാണ്. എല്ലാം കണക്കിലെടുക്കുമ്പോൾ പരിണാമം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിനാൽ മനുഷ്യൻ ഈ ഭൂമിയിലെ ഏക ബുദ്ധിശക്തിയായിരിക്കണമെന്നും ഇല്ല എന്ന സത്യത്തിലേക്കാണ് ഈ സിദ്ധാന്തം വിരൽ ചൂണ്ടുന്നത്. അവസാനമായി ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മളിൽ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതും കൗതുകവും തമാശയും തോന്നുന്നതൊക്കെ ആയിരിക്കാം. പലർക്കും പലതും മനസ്സിലായിട്ട് കൂടി ഉണ്ടാകില്ല എന്നും എനിക്ക് ഉറപ്പാണ്. എന്നാൽ ഈ നിഗൂഢതകൾക്ക് ശാസ്ത്രീയമായ ഉത്തരം തേടുമ്പോൾ നാം അറിഞ്ഞതും അറിയാത്തതുമായ നമ്മുടെ സ്വന്തം ഗ്രഹത്തെ ആദരവോടെയും ജിജ്ഞാസയോടെയും സമീപിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നാളത്തെ ശാസ്ത്രീയ കണ്ടെത്തലുകൾ നാം കാലങ്ങളായി എഴുതിത്തീർത്ത പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പുനരവതരിപ്പിച്ചേക്കാം. നമ്മളിൽ ഒരാളായി നമുക്കിടയിൽ അവർ ഇന്നും ജീവിച്ചിരിക്കാം.